أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. بنور رسول الله أشراقت الدنا ففي نوره كل يجيء ويذهب براه جلال الحق للخلق رحمة ففي بده كل الورى يتقلب بمبعثه كل النبيين بشرت فما مرسل إلا له كان يخطب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. സമാദരണീയരായ ഉസ്താദുമാരെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിന് അനിവാര്യമായ സ്തുത്യർഹ സേവനങ്ങൾ നിർവഹിച്ച് ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ത്വയ്ബ സെന്ററിന്റെ കീഴിൽ ഈ പരിശുദ്ധ റബീഉൽ 30 ദിനരാത്രങ്ങളിലായി എല്ലാവർക്കും ഉപകാരപ്രദമായ വ്യത്യസ്ത പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ നാം അറിഞ്ഞു കഴിഞ്ഞു. അതിലേറ്റവും എല്ലാവർക്കും സന്തോഷകരമായ ഒന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരൽപ്പം മനസ്സിലാക്കിയെടുക്കാനുള്ള ഈ സുവർണാവസരങ്ങൾ ഈ പരിശുദ്ധ റബീഉൽ മുൻകഴിഞ്ഞ റബീഉകളേക്കാൾ വളരെ കൂടുതലായി
ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് പഠിക്കുകയും അവിടുത്തെയോട് അടുക്കാൻ കൂടുതൽ ശ്രമിക്കുകയും വേണം. സ്വലാത്തും മദ്ഹും നഅ്തുമെല്ലാം അവിടുത്തെയോട് അടുക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. അതിന് കൂടുതൽ ശക്തിയും സൗന്ദര്യവും കൂടിക്കിട്ടാൻ അവിടുത്തെ മനസ്സിലാക്കുക കൂടി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരോട് സദാ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ പഠിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് യഥാർത്ഥ മനുഷ്യനാകാനും ഏറ്റവും നല്ല സംസ്കാരം വെച്ചു പുലർത്തുന്നവനാകാനും സാധിക്കുമെന്നതിൽ സന്ദേഹമില്ല. ഓരോ വർഷവും നാം പഠിക്കുന്ന പഠനങ്ങൾ മായാതെ മറയാതെ സൂക്ഷിക്കുകയും അതിലുള്ള ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും വിശദമായി പഠിക്കാൻ സന്നദ്ധത കാണിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും അനുഭവിക്കാനും നമുക്കുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ പരിശുദ്ധ റബീഉൽ. ഇന്ന് പുണ്യ റബീഇന്റെ പ്രഥമ രാവാണ്. എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു കേൾക്കുന്നത് റബീഇന്റെ മർഹബകളാണ്. എല്ലാവരും അവരുടെ മനസ്സിലും നാവിലും ശരീരത്തിലും കുടുംബത്തിലും ഗേഹങ്ങളിലുമെല്ലാം അവിടുത്തെ ഈ പുണ്യമാസത്തെ വരവേൽക്കാൻ എല്ലാ നല്ല രൂപഭാവങ്ങളിലും ഒരുങ്ങുകയും ആ സമയം കാത്തു കഴിഞ്ഞ് രാവുദിച്ചതോടുകൂടെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മുഴുവൻ മസ്ജിദുകളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും സ്വലാത്തിന്റെയും മദ്ഹിന്റെയും ഇമ്പമാർന്ന വരികൾ മുസ്ലിം ലോകം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കം വെള്ളിയാഴ്ച രാവായതുകൊണ്ട് അങ്ങനെ കിട്ടി എന്നൊരു വലിയ മഹത്വം കൊണ്ട് ഈ രാവ് ഹയാത്താക്കുന്ന, മദ്ഹിലായി മഹബത്തിലായി സജീവമാക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമവും വെള്ളിയാഴ്ച രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക നോട്ടം ലഭിക്കുന്ന, അവിടുത്തെ ലിസ്റ്റിൽ ഇടം ലഭിക്കാൻ കാരണമാകുന്ന സുഹൃതമായി അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് അറിവ് നുകർന്നു തന്ന് നമ്മെ നിയന്ത്രിച്ച് ശിക്ഷണം നടത്തി കഴിഞ്ഞ കാലങ്ങളിൽ മൺമറഞ്ഞുപോയ മഹാരഥന്മാർ, നാം വായിച്ചും പഠിച്ചും പാരായണം ചെയ്തും വിജ്ഞാനം ആർജിച്ച ഒരുപാട് മുസന്നിഫുകൾ, സ്വാലിഹുകൾ
അവരുടെ എല്ലാവരുടെയും സാന്നിധ്യങ്ങളിലേക്ക് അള്ളാഹു നമ്മുടെ ഈ സമയത്തിൻ്റെ ബറക്കത്ത് സന്തോഷപൂർവ്വം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുഴുവൻ ഉലമാ, സാദാത്തുക്കൾ, ഉസ്താദുമാർ, വിജ്ഞാനത്തിൻ്റെ മേഖലകളിൽ നിരന്തരം സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും പരിഹരിച്ച് സന്തോഷമുള്ള ആയുസ് അവർക്കും നമുക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും. വിശുദ്ധ ഖുർആൻ തീരാത്ത ഒരു ചരിത്രമെന്ന് വിശേഷിപ്പിച്ച് പഠിപ്പിച്ച ഒരേ ഒരു ചരിത്രമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം. എന്നിരുന്നാലും കഴിവിന്റെ പരമാവധി മനസ്സിലാക്കിയെടുക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന നിലയിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതി വെച്ച വചനങ്ങൾ ഹ്രസ്വമായി വിവരിച്ച് നമുക്ക് ഇന്നത്തെ ഈ റബീഇന്റെ രാവിനെ സ്വാഗതം ചെയ്യാം. സൂറത്തുൽ അറാഫിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയ 9 സിഫത്തുകളാണ് നാം ഇവിടെ ഓതിക്കേട്ടത്. 9ഉം വിശാലമായി വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. ഒരൽപ്പം നമുക്ക് ബറക്കത്തിന് വേണ്ടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുഅ്മിനായ മനുഷ്യനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കാനും പിൻപറ്റാനും അനുസരിക്കാനും ഇടയ്ക്കിടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവെ അനുസരിക്കണം എന്ന് പറയുന്നിടത്ത് എന്നെ മാത്രം അനുസരിച്ചാൽ പോരാ, വഅതിഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കണം. ആ അനുസരണമാണ് പൂർണ്ണമാക്കേണ്ടത്. വമൻ യുതിഉർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാതെ, സ്വീകരിക്കാതെ, വിശ്വസിക്കാതെ, സ്നേഹിക്കാതെ, ബഹുമാനിക്കാതെ അള്ളാഹുവെ അനുസരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നതും സ്നേഹിക്കുന്നതും അവിടുത്തെ അനുധാവനം ചെയ്യുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായി നാം കണക്കാക്കണം. റബ്ബ് തആല അങ്ങനെയാണ് പഠിപ്പിച്ചതും റഹ്മത്തി വസിഅത് കുല്ല ഷൈ. എന്റെ പ്രത്യേക അനുഗ്രഹം എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. ഈ ഒരു വചനം ഓതിക്കേട്ടപ്പോൾ ഇബ്ലീസുൽ ലഈൻ പറഞ്ഞു, ഞാനും ഒരു ഷൈആൻ, എനിക്കും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. ബാക്കിയുള്ള വചനങ്ങൾ കൂടി ഉടനെ ഇറങ്ങി. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ആ റഹ്മത്ത് ഒരു വിഭാഗത്തിന് മാത്രം നാം എഴുതിക്കൊടുക്കും, കണക്കാക്കി കൊടുക്കും. ലില്ലദീന യത്തഖൂന വയുതൂന അസ്സകാ, അല്ലാഹുവിനെ സൂക്ഷിച്ച്, അല്ലാഹുവെ ശ്രദ്ധിച്ച്, അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ. വയുതൂന അസ്സകാ, അതിലൊരടയാളം എടുത്തു പറഞ്ഞു.
അവർ സക്കാത്ത് നൽകും. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. ഈ ഭാഗം കേട്ടപ്പോൾ യഹൂദികൾ പറഞ്ഞു, ഞങ്ങളും അങ്ങനെ തന്നെയാണ്, മുത്തഖീങ്ങളാണ്, സക്കാത്ത് നൽകുന്നവരാണ്, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വസിക്കുന്നവരുമാണ്. അവരങ്ങനെയാണെങ്കിൽ ശേഷം പറയുന്നൊരു കാര്യം കൂടി അവർക്ക് വേണം. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി. അടുത്ത് പറയുന്ന വചനങ്ങളിൽ നിന്ന് അവർ പുറത്തു പോവുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്നവരാണ്, പ്രത്യേകം അല്ലാഹു റഹ്മത്ത് നൽകുന്ന മുത്തഖീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തൊട്ടടുത്ത വചനത്തിൽ പറയുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാനും പിന്തുടരാനും മടി കാണിച്ച വിഭാഗമാണ് യഹൂദികൾ. അവരിൽ അല്ലാഹു തൗഫീഖ് നൽകിയ കുറച്ചാളുകൾ തങ്ങൾ മദീനയിൽ എത്തിയ ഉടനെ അവിടുത്തെ കാണാനും സ്വീകരിക്കാനും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രഗൽഭനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. തങ്ങളെ കണ്ടു, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇമാമുമാർ എല്ലാവരും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു യാത്രയിലായിരുന്നു. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി നേരെ അവിടുത്തെ ഹദ്റത്തിൽ വരികയും അങ്ങനെ തൗറയിലും ഇഞ്ചീലിലുമൊക്കെ വായിച്ചിട്ടുള്ള അവസാനത്തെ നബി, ആ നബിയോട് ചോദിക്കാനും പഠിക്കാനും അടയാളങ്ങളായി പറഞ്ഞ വിഷയങ്ങളിൽ മഹാനവറുകൾ ചോദിച്ചു, സ്വർഗക്കാരെ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, കബിദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരൾ, അതിന്റെ ലിവർ. ഇവിടെ നാം കാണുന്ന മത്സ്യം അല്ല, സ്വർഗത്തിൽ അല്ലാഹു പ്രത്യേകം സംവിധാനം ചെയ്തതിൽ നിന്നുള്ള ഭക്ഷണം. അത് ഭക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനുഭാവൻ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു തങ്ങളെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ആ സന്ദർഭത്തിൽ ഞാൻ തങ്ങളെ വിശ്വസിച്ചു എന്നുള്ളത് എന്നെ ബഹുമാനിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ അറിഞ്ഞാൽ അവര് മുഴുവനും എന്നെ എതിർക്കുകയും എന്നെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യും. നേരത്തെ എനിക്ക് വകവെച്ചിരുന്നിരുന്ന മുഴുവൻ സ്ഥാനങ്ങളും ഒറ്റയടിക്ക് തന്നെ ഇല്ലാതെയാക്കാനും എന്നെ കളവാക്കാനും ഒക്കെ അവര് മുതിരും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുറച്ചുകൂടി യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു മുൻപിലെത്തി. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ അവസാനത്തെ നബിയാണ് എന്ന് നിങ്ങളെല്ലാവരും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയവരാണല്ലോ. അഥവാ തൗറയിലും ഇഞ്ചീലിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കപ്പെട്ടതുപോലെ അത് നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയവരാണ് നിങ്ങൾ എന്നവരോട് പറഞ്ഞപ്പോൾ അവരതിന് സമ്മതം കൊടുക്കുന്നതിന് പകരം ഞങ്ങൾ അവസാനത്തെ നബിയെ കാത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയും
തങ്ങൾ അവരോട് ചോദിച്ചു, അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹുവിനെ വീട്ടിന്റെ ഉള്ളിൽ നിർത്തി നിങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ സലാം എന്നവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവര് പറഞ്ഞു, ഖൈറുന വബ്നു ഖൈരിന, ഞങ്ങളിൽ ഏറ്റവും നല്ല ആളാണ്, നല്ല ഉപ്പക്ക് ജനിച്ച ആളുമാണ്. ആ അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു എന്നെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മഹാനവർകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞു, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. അവർക്ക് മുന്നിൽ വെച്ച് നേരത്തെ പ്രഖ്യാപിച്ചത് ഒന്നുകൂടി ആവർത്തിച്ചു. അതേ നാവ് കൊണ്ട് അവർ പറഞ്ഞു, അന്ത ശർറുന വബ്നു ശർരിന. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് നേർക്ക് നേരെ അപ്പോൾ തന്നെ അനുഭവിക്കുകയാണ്. ഒരു പണ്ഡിതൻ എന്നുള്ള ചെറിയ പരിഗണന പോലും കൊടുക്കാതെ അവർക്കിടയിൽ തൗറാത്തിലെയും മറ്റും വിവരങ്ങൾ നൽകി പഠിപ്പിച്ച് അതിലുള്ള ചെറിയ ചെറിയ ഹുക്കുമുകളൊക്കെ വിവരിച്ചു കൊടുത്തിരുന്ന, ഒരു കണക്കിന് അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല, ആ മഹാമനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് തന്നെ അവർ അവഹേളിച്ചു, തരം താഴ്ത്തി പറഞ്ഞു. ഇത് തന്നെയാണ് അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു നേരത്തെ തങ്ങളോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിൽ നിന്ന്, പിൻപറ്റുന്നതിൽ നിന്ന് യഹൂദികളിലെ നല്ലൊരു വിഭാഗം പിറകോട്ട് പോയി. കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല, വ്യക്തമായി അവർക്കറിയും. അല്ലദീന ആതീനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അല്ലാഹു പഠിപ്പിച്ചു, വേദഗ്രന്ഥം നാം നൽകിയ ആളുകൾ, തൗറയും ഇഞ്ചീലും കിട്ടിയ ആളുകൾ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അവരുടെ ഗുണങ്ങളും വിശേഷണങ്ങളും വിശദമായി അറിയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയും. എവിടെയാണ് തങ്ങൾ പിറക്കുന്നത് എന്നും എങ്ങനെയാണ് അവിടുത്തെ നടത്തമെന്നും സമ്പർക്കമെന്നും സൗഹൃദമെന്നും മുഴുവൻ വിഷയങ്ങളും വസ്തുനിഷ്ഠമായി അറിയും. വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. അവരിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആളുകൾ സത്യത്തെ മൂടിവെക്കുന്നു, അറിഞ്ഞിട്ടും സത്യത്തെ മൂടിവെക്കാൻ ശ്രമിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം അതൊരു മാത്സര്യ ബുദ്ധിയാണ്. നമ്മുടെ ഇടയിലും ഒരു പക്ഷേ അങ്ങനത്തെ ധാരാളം ആളുകളെ കാണാം. സത്യം അറിഞ്ഞാലും സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന 9 സിഫത്തുകളിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഖുർആൻ പണ്ഡിതർ വിശദീകരിക്കുന്നതിനനുസരിച്ച് മൂന്നാമത്തെ വിശേഷണം കേൾക്കുമ്പോഴേക്ക് അവിടുത്തെ അസാധാരണത്വം അറിയാത്തവരും ബോധ്യപ്പെടാത്തവരും ഇല്ല. എന്നാലും പറയും ചില ആളുകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ വലിയ മഹത്വം അവരുടെ ചെറിയ മനസ്സുകൊണ്ട്, ചെറിയ ബുദ്ധി കൊണ്ട് പരിഗണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന് പകരം സാധാരണ നാമൊക്കെ ജനിക്കും പോലെ ജനിച്ചു, സാധാരണ രൂപത്തിൽ തന്നെ ജീവിച്ചു, പ്രത്യേകതകളൊന്നും പറയാൻ അവരില്ല, സാധാരണ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും അസാധാരണത്വമുണ്ട്. അവിടുത്തെ നിസ്കാരവും ലോകത്തുള്ള മറ്റുള്ള എല്ലാവരുടെ നിസ്കാരവും മാറ്റമുണ്ട്. അവിടുത്തെ ഇബാദത്തുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, മുഴുവൻ കാര്യങ്ങളും മാറ്റമുണ്ട്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലുമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
അമലുകളിൽ അതിശ്രേഷ്ഠമായ ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം. അത് അവിടുത്തേക്ക് അല്ലാഹു തആല മറ്റുള്ളവർക്ക് നൽകും പോലെയല്ല നൽകിയിരിക്കുന്നത്, പ്രത്യേക രൂപത്തിലാണ്. പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പേര് പറഞ്ഞു, തങ്ങളുടെ തഹജ്ജുദ് തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു കൂടുതൽ ഫർളാണ്. കാരണം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മറ്റൊരാൾക്കും നൽകാത്ത വലിയ സ്ഥാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഇബാദത്തുകളിൽ മാത്രം അല്ല, മുഴുവൻ കാര്യങ്ങളിലും ഒരു ചെറിയ അദബ് കുറഞ്ഞുപോയാൽ ലോകത്തുള്ള മുഴുവൻ അമ്പിയായിനെയും വിളിക്കുന്നത് പോലെ അവിടുത്തെ സംബോധന ചെയ്യാൻ പാടില്ല. ലോകത്ത് മറ്റുള്ള ആളുകളോട് സംസാരിക്കും പോലെ അവിടുത്തെയോട് സംസാരിക്കാൻ പാടില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയും എത്ര അത്യുച്ചത്തിൽ സംസാരിച്ചിട്ടും അങ്ങനെ സംസാരിക്കരുത് എന്ന് അല്ലാഹു തആല അവരോട് അഭ്യർത്ഥിക്കാതെ പറയാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ, തങ്ങളെ നേരെ മുന്നിലല്ല വീട്ടുമുറ്റത്ത് വന്ന് ഉള്ളിൽ വിശ്രമിക്കുന്ന തങ്ങളെ പുറത്തു നിന്ന് വിളിച്ചപ്പോൾ ആ നേരം കാത്തിരുന്ന് തങ്ങൾ വരും വരെ ക്ഷമ പാലിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ആ ഒരു ബഹുമാനക്കുറവിനെ പറ്റി പറഞ്ഞത്, അങ്ങനെ വിളിച്ചവർ അക്സറുഹും ലാ യഖിലൂൻ, അവർ ബുദ്ധിയില്ലാത്തവരാണ്. അവർ ചെയ്യേണ്ടത് വീടിന്റെ മുറ്റത്ത് നിന്ന് തങ്ങളെ വിളിക്കുകയല്ല, വലൗ അന്നഹും സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, എപ്പോഴാണോ ആവശ്യം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അതുവരെ ക്ഷമിച്ചു കാത്തിരിക്കുക. വിളിക്കാൻ പറഞ്ഞില്ല, വാതിൽ മുട്ടാനും പറഞ്ഞില്ല, പുറത്തു നിന്ന് വിളിച്ചപ്പോഴേക്ക് അള്ളാഹുവിന്റെ പ്രതികരണമാണ്. മുമ്പുള്ള ആളുകൾ അംബിയാഇന് മുഴുവനും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വന്നപ്പോൾ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്താനും ആക്ഷേപിക്കാനും ആര് ശ്രമം നടത്തിയിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും മറുപടി പറഞ്ഞത് അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അതിൽ നിന്ന് ലോകത്തെ അല്ലാഹു പഠിപ്പിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുല്യ സ്ഥാനവും അവിടുത്തേക്ക് അല്ലാഹു തആല നൽകിയ അസാധാരണ ബഹുമാനവുമാണ്. ഇത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ചെറിയൊരു പഠിതാവിന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾ, അവർ പിന്തുടരുന്ന ആ പുണ്യഭൂമേനി, അത് സംബന്ധിയായി അല്ലാഹു തആല വിശദീകരിക്കുന്നത് വിശുദ്ധ ഖുർആനിലൂടെ, സൂറത്ത് ആറാഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് തീർത്തും അവിടുത്തെ അതുല്യമായ ബഹുമാനങ്ങളെയാണ്, മറ്റൊരാൾക്കും നൽകിയിട്ടില്ലാത്ത വലിയ കഴിവുകളെയുമാണ്. അല്ലദീന യത്തബിഊനർ റസൂൽ, ആദ്യം അല്ലാഹു തആല പറയുന്നു തങ്ങളുടെ സിഫത്ത് ഒന്നാമതായി അവിടുന്ന് റസൂലാണ്. അവർ പിൻപറ്റുന്ന ഈ വലിയ മഹത്വമുള്ള നേതാവ് റസൂലാണ് എന്ന് പറഞ്ഞാൽ വെറും അള്ളാഹുവിൽ നിന്ന് വഹി സ്വീകരിച്ച് ആ ജീവിതം കണ്ട് ആളുകൾ പഠിക്കണം എന്നല്ല, ആളുകൾക്കത് പകർത്തിക്കൊടുക്കാൻ ഉത്തരവുള്ള നേതാവ്, തബ്ലീഗ് കൊണ്ട് കൽപ്പനയുള്ള, കിട്ടുന്ന വഹയുകൾ മുഴുവനും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൽപ്പനയുള്ള വലിയ നേതാവ്. റസൂൽ എന്ന വാക്ക് വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതർ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വലിയ വിശദീകരണത്തിലേക്ക് ഈ സമയം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റസൂൽ എന്ന് പറയാൻ
എന്തെല്ലാം ഗുണങ്ങൾ ആവശ്യമുണ്ടോ ആ ഗുണങ്ങൾ മുഴുവനും മേളിച്ച നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല അല്ലാഹു തആല റസൂൽ എന്ന് നിരുപാധികം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നിടത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അർ റസൂലൻ നബി, പുതിയ ഒരു ശരീഅത്തും പുതിയ നിയമങ്ങളുമായി വന്ന ആള് മാത്രമല്ല, അവിടുന്ന് നബിയും കൂടിയാണ്. അഥവാ റഫീഉൽ ഖദർ, വലിയ സ്ഥാനമുള്ള മഹാൻ. പ്രവചനങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ നടത്തിയ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി എന്ന വാക്ക്, ആ പദം, അതിന്റെ അടിസ്ഥാന പദത്തിലേക്ക് നീങ്ങിയാൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. നബ് എന്നതിൽ നിന്നാകുമ്പോ വാർത്തകൾ പറഞ്ഞു തരുന്ന നേതാവ്. ഒന്നും രണ്ടും വാർത്തയല്ല, ഒരുപാട് വർത്തമാനങ്ങൾ ഇനിയും ജനങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ സംഭവിക്കുമെന്ന് നിശ്ചയിക്കാത്ത രൂപത്തിൽ ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലതും കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലോകത്തെ എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊന്നും പറയാത്തത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ നുബൂവത്ത് മറ്റു നബിമാരെ പോലെയുള്ള നുബൂവത്ത് അല്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും മസീഹുദ് ദജ്ജാലിനെ പറ്റി അവരവരുടെ ഖൗമിനെ മുന്നറിയിപ്പ് കൊടുത്ത്, താക്കീത് കൊടുത്ത്, ഭയപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. അവരാരും പറയാത്ത ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ നബിമാരും ജനങ്ങളോട് മസീഹുദ് ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാനും പറയുന്നു. കൂട്ടത്തിൽ അവരാരും പറയാത്തത് അതെന്താ വിഷയം? അലാ ഇന്നഹു അഅ്വർ വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ. ആ മസീഹുദ് ദജ്ജാലായി വരുന്ന ആള് അവൻ ഒറ്റക്കണ്ണനാണ്. അള്ളാഹു ആണെന്നുള്ള വാദവുമായി വരുന്ന ആളാണെങ്കിൽ അള്ളാഹു തആലാക്ക് യാതൊരുവിധ നുഖ്സാനിയത്തും കുറവും ഉണ്ടാകാൻ പാടില്ല. ആ കുറവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കദിബാണ് അവൻ പറയുന്നത്. അപ്പൊ മറ്റു നബിമാരൊന്നും പറയാത്ത ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞത് ഇനിയും കാണാനിരിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ലോകം കാണാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന വലിയ 10 ദൃഷ്ടാന്തങ്ങൾ, ലോകത്ത് ഇതുവരെ വരാത്ത പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. വന്നത് പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനും എണ്ണി എണ്ണി പറഞ്ഞത് ഹദീസിൽ കാണാം. നാം എല്ലാവരും അത് പലതും അനുഭവിക്കുന്നു ഇപ്പോൾ. കൂട്ടത്തിൽ ഒന്നാണ് തങ്ങൾ പറഞ്ഞത്, സ്ത്രീകൾ വ്യാപാര രംഗത്ത് സജീവമാവുക എന്നത്. കുറെയൊക്കെ ആളുകൾ സമാധാനിച്ചിരുന്നു, സൗദിയിലൊന്നും പോയാൽ അങ്ങനെ കാണാൻ കഴിയൂല. ഇപ്പൊ സൗദിയിലും മറ്റു എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളെക്കാൾ ആ വിഷയത്തിൽ സജീവത കൂടുതലാണ്. സഹോദരിമാർക്ക് ഇനി അവിടെ ലൈസൻസ് കൊടുക്കാത്ത വിഷയം ഉണ്ടോന്ന് അറിയില്ല. ഇമാമത്തിന് ഏതായാലും കൊടുത്തിട്ടില്ല എന്ന അറിവ്. ബാക്കി എല്ലാ വിഷയങ്ങളിലും പുരുഷന്മാരെവിടെയെല്ലാം നേരത്തെ ആധിപത്യം ചെലുത്തിയിരുന്നോ അവിടങ്ങളിൽ മുഴുവനും സ്ത്രീകൾ സജീവമാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ പറയുന്ന സമയത്തും ഈ അടുത്ത കാലത്ത് വരെ സഹോദരിമാരങ്ങനെ സജീവമായിരുന്നില്ല. ഇപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മദീനയിൽ നിന്ന് മക്കയിലേക്ക്, ത്വായിഫിലേക്ക് ടാക്സിയും വിളിച്ച് ആളുകളെ കൊണ്ടുപോകുന്നത് സഹോദരിമാരാണ്. സൂപ്പർ മാർക്കറ്റിലും
മറ്റു സ്ഥലങ്ങളിലും സജീവമായ സാന്നിധ്യം അറിയിക്കുന്നത് അവരാണ്. നമ്മുടെ നാട്ടിലെയും സ്ഥിതിയൊന്നും മാറ്റമില്ല. എല്ലാ സ്ഥലങ്ങളിലും അത് കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് യക്സുറുൽ ജഹ്ലു. ജഹ്ല് അധികരിക്കും, ഇൽമു ഉയർത്തപ്പെടും, ജഹ്ല് അധികരിക്കും. വർത്തമാന കാലഘട്ടത്തിൽ പഠിച്ചവനും പഠിക്കാത്തവനും ഒരേ നിലവാരം നൽകപ്പെടുക എന്നത് അത് ബുദ്ധിമാന്മാരൊക്കെ നേരത്തെ എതിർത്തു, അത് വേണ്ട. അപ്പോൾ പഠിച്ച ആളുകൾക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടാത്ത മനോവേദനയിലും, പഠിക്കാത്ത ആളുകൾ ഇനിയും പഠിക്കാതെ ഇങ്ങനെ രക്ഷപ്പെടാം എന്ന ഒരു കുസൃതിയിലുമാണ് മുന്നോട്ട് പോകുന്നത്. പഠിച്ചവരോട് പഠിക്കാത്തവർ പറഞ്ഞു ഞങ്ങളാണ് വിജയിച്ചവര്. കാരണം നിങ്ങൾ കുറെ അധ്വാനിച്ചു, കുറെ പ്രബന്ധങ്ങൾ എഴുതിയത് വീണ്ടും മാറ്റി എഴുതി, പരീക്ഷക്കൊക്കെ വേണ്ടി രാവും പകലും പഠിച്ചു. മാർക്ക് വന്നപ്പോ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരേ മാർക്ക്. ഇനി അടുത്തൊരു തലമുറയിലേക്ക് അധ്യാപനം നടത്താൻ വരുന്ന ആളുകൾ ഇപ്പോൾ വിജയിച്ച് സ്ഥാനം കിട്ടിയ ആളുകളാകുമ്പോൾ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ഇൽമു കുറയും. അങ്ങനെ കൂടിയാൽ അതിന്റെ അർത്ഥം ജഹ്ല് വർദ്ധിക്കും. ജഹ്ല് വർദ്ധിച്ചാൽ എന്ത് വരും? അല്ലാഹു തആലാന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ആളുകൾ കുറഞ്ഞു പോകും. മതപരമായ ഇൽമിന്റെ കുറവ് അത് പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ട ഒന്നുകൂടിയാണ്. അവിടെയും എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. സ്കൂളിൽ കൊടുക്കുന്ന മാർക്ക് പോലെ മദ്രസയിലും മാർക്ക് വേണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. സ്കൂളിൽ എങ്ങനെ മാർക്ക് കൊടുക്കുന്നു എന്ന് ചിന്തിച്ചാകരുത് മദ്രസയിലെ മാർക്ക്. അത് പഠിച്ചവർക്കും എഴുതിയവർക്കും വിജയിച്ചവർക്കുമാകണം. ഇക്കൊല്ലം എല്ലാവർക്കും സ്കൂളിൽ ഇങ്ങനെ കൊടുത്ത് അതുകൊണ്ട് മദ്രസയിൽ അങ്ങനെ കൊടുക്കണം, അങ്ങനെ നിബന്ധനയൊന്നും ഇവിടെ ഇല്ല, പണ്ടുമില്ല ഇപ്പോഴും ഇല്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാണ്, കാവലിലാണ് നമ്മൾ. വരാതിരിക്കൊന്നുമില്ല, കാരണം അങ്ങനെയും മുറവിളി കൂട്ടുന്ന ആളുകൾ കാണും. അങ്ങനെ വരികയാണ്. അവിടെ പഠിച്ചു ജയിക്കാത്തവർക്ക് സേപരീക്ഷയുണ്ട്, ഇവിടെയും പഠിച്ചു ജയിക്കാത്തവർക്ക് സേപരീക്ഷ വേണം. സത്യത്തിൽ നമ്മുടെ പഠന രീതിയെ സാമ്യപ്പെടുത്തിയിട്ടും സ്വീകരിച്ചിട്ടുമായിരുന്നു പഴയ കാലത്ത് അവരുടെ പഠന രീതി. ഇപ്പൊ നേരെ തലതിരിഞ്ഞു എന്നുള്ളത് ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പഠിക്കുന്ന ആളുകളും പഠിപ്പിക്കുന്ന രക്ഷിതാക്കളും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിവുള്ളവരാണ് ജയിക്കേണ്ടത്, അറിവില്ലാത്തവർ ഇനിയും പഠിക്കണം. ക്ലാസ് ഒന്ന് വലുതാക്കിയാൽ മതി. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് പിന്നൊരു വല്യൊന്ന്. ഈ വല്യൊന്ന് ആ കുട്ടിക്ക് സ്ഥാനം കൊടുത്തിട്ട് തന്നെ വല്യൊന്ന് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 1-ാം ക്ലാസ്സിലാ, ഒന്നില്ല, ഞാൻ വല്യൊന്നിലാണ്. ആ കുട്ടിക്ക് അറിയണില്ല എന്തായി വല്യൊന്ന്, കൂടുതൽ പഠിക്കാനാണ് ആ ഇരുത്തിയത്. അങ്ങനെ ആ കൂടുതൽ പഠിക്കുമ്പോ 2-ാമത്തെ കൊല്ലം കിട്ടുന്ന പ്രാക്ടീസ് കൊണ്ട് അക്ഷരങ്ങൾ മുഴുവനും ശരിക്ക് തെളിഞ്ഞു. 1-ാം കൊല്ലത്തിൽ തെളിയാത്തത്. പിന്നെ ആ കുട്ടി വരുന്നത് 1 വർഷം അവിടെ അധ്വാനിച്ചിട്ടാണെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ മഖ്റജ് അത്യാവശ്യം പറയാനുള്ളൊരു രൂപഭാവം കിട്ടി. അതെല്ലാവരെയും അങ്ങനെ വിട്ടിരുന്നെങ്കിൽ അതിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ മഖ്റജ് അറിയാത്തവരായി മാറും. അങ്ങനെയാകുമ്പോ റുബ്ബഖാരിഇൻ വൽ ഖുർആനിൽ അൻഹു എന്ന് പറയുന്ന ആളുകൾ തുലോം കണക്കിന് വർദ്ധിക്കും, ശരിയാം രൂപത്തിൽ വരുന്നില്ലെങ്കിൽ. പഴയ കാലത്തെ ആളുകളൊക്കെ
കുട്ടി ഒന്നുകൂടി വലിയൊന്നിൽ ഇരുന്നോട്ടെ എന്ന് പറയും രക്ഷിതാക്കൾ. എന്തിന്? എൻ്റെ കുട്ടി പഠിച്ചിട്ട് നല്ലവണ്ണം അറിഞ്ഞിട്ട് ആ കുട്ടി കയറി വരട്ടെ. കുട്ടി ഇങ്ങനെ വയസ്സിനനുസരിച്ച് കയറി വരട്ടെ എന്നല്ല, കുട്ടി ആവും തോറും എത്ര പഠിക്കാനുണ്ടോ ആ പഠിച്ചിട്ട് കുട്ടി കയറി വരട്ടെ എന്നാണ് ചിന്തിച്ചിരുന്നത്. അതൊരു ആത്മാർത്ഥമായ ചിന്തയാണ്. അതിന് വലിയ സന്തോഷവും ഭാഗ്യവും ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു കുറവായിട്ട് ആരും കരുതിയിട്ടില്ല, കരുതാറുമില്ല. അതുകൊണ്ട് ആ ഒരു സംവിധാനവും സാഹചര്യവുമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. നമ്മളിത് അനുഭവിക്കാൻ യക്സുറുൽ ജഹൽ അധികരിക്കും. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ക്ലാസ് വീക്ഷിച്ചാൽ തന്നെ അറിയും എത്രമാത്രം പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളിലും അവർ സാമർഥ്യമുള്ളവരാണ്. അപ്പൊ ആ കണക്കിന് ഇനിയും മുന്നോട്ട് പോയാൽ വിഷയങ്ങൾ എങ്ങനെയാണ് വരിക? അപ്പോ പഠിതാക്കളോടും പറയും ഇത്രമാത്രമൊക്കെ പഠിച്ചാൽ മതി. അവരൊന്നുകൂടി ചുരുങ്ങി. വിശാലമായി പഠിക്കാൻ മനസ്സുള്ള ആളുകൾ ഒന്നുകൂടി ചുരുങ്ങി. ഇത്രക്ക മതി എന്ന് പറയും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഓരോന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഖുത്ബായിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു ആഖിറു സമാനിൽ ഖുത്ബ അധികരിക്കും. പക്ഷേ ഖുത്ബ അധികരിക്കും എന്ന് പറഞ്ഞിടത്ത് തന്നെ തങ്ങൾ പറഞ്ഞു അതിൽ ഫുഖഹാവ് കുറയും. എന്ന് പറഞ്ഞാൽ വിവരമുള്ളവർ കുറയും, വാചാലതയുള്ളവർ പെരുകും. അങ്ങനെ ഒന്നും രണ്ടും അല്ല, 250 നമ്മുടെ പരിസരങ്ങളിൽ അവിടുത്തെ ആ വചനങ്ങൾ, നുബുവത്തിന്റെ പ്രകാശനങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നബിയാണ്. നബി എന്നത് നബുവത്ത് റിഫഅത്ത് എന്ന ആ പദത്തിൽ നിന്ന്, ആ അർത്ഥത്തിൽ നിന്ന് വന്നാൽ റഫീഉൽ ഖദ്രി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാന ബഹുമാന ഉയർച്ചയുള്ള മഹത്വമുള്ള നേതാവ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു തഫ്സീറാണ് കൊടുത്തിരിക്കുന്നത്. റഫീഉൽ ഖദ്രി ഇൻദല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര സ്ഥാനം അല്ലാഹു തആല അവന്റെ മഖ്ലൂഖുകളിൽ ഒന്നിനും അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് അതിന് ഉദാഹരണമായി മഹാന്മാരൊക്കെ പഠിപ്പിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിൽ സിദ്റത്തുൽ മുൻതഹയിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇനി തങ്ങൾ ഒറ്റക്ക് മുന്നോട്ട് നീങ്ങണം. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഇലൈഹി യൻതഹി ഉലൂമുൽ മലായിക, മലക്കുകളുടെ ഇൽമുകളൊക്കെ അവസാനിക്കുന്ന ഒരു അതിർവരമ്പ്, ഒരു വലിയ വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ എന്നത്. ഏഴാൻ ആകാശത്തിന്റെ ഒരു അതിർത്തിയിൽ അപ്പുറത്തായിട്ട് എന്ന് പറയാം. ഇനി തങ്ങൾ ഒറ്റക്ക് പോകണം. എല്ലാ മക്കാമിലേക്കും പോകാൻ പെർമിറ്റുള്ള ആൾ തങ്ങളാണ്. വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം, ഞങ്ങൾക്കൊക്കെ നിശ്ചിത പോയിന്റ് ഉണ്ട്, ഞങ്ങൾ അവിടെ നിൽക്കണം. എല്ലാവരുടെയും പോയിന്റും കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുവാദം തന്നിരിക്കുന്നത് അവിടത്തേക്ക് മാത്രമാണ്. അള്ളാഹു നിശ്ചയിച്ച ഇടത്തേക്ക് മുഴുവനും പോകാൻ അള്ളാഹു തആല അനുവാദം നൽകിയത് തങ്ങൾക്ക് മാത്രമാണ്. ഞാൻ ഒറ്റക്ക് പോവുകയോ ജിബ്രീലെ, ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഗൈഡായിട്ട്, ഇപ്പോൾ ഞാൻ ഒറ്റക്ക് പോവുകയോ? നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഞാൻ തങ്ങളോടൊപ്പം വന്നാൽ ലഹ്തറഖ്തു മിൻ നൂർ, ഇവിടുന്ന് അങ്ങോട്ടുള്ള നൂറ് സ്വീകരിക്കാൻ കഴിയാതെ ഞാൻ കരിഞ്ഞു പോകും, കത്തിക്കരിഞ്ഞു പോകും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ മുനാജാത്ത്, അള്ളാഹുവിനെ നേരിട്ട് ദർശിച്ച് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഹദിയയും സ്വീകരിച്ച് അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ബഹുമാനം അതിവിടെ പറഞ്ഞു തീർക്കാൻ നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി
വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതുപോലെ മുഴുവൻ അംബിയായിലും അവിടുന്ന് സ്ഥാനം ഉയർന്ന നേതാവാണ്. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. അവിടുത്തെ സൃഷ്ടിപ്പിലും ആകാരത്തിലും അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങളിലും വിജ്ഞാനത്തിലും ബഹുമാനത്തിലും വലം യുദാനൂഹു തങ്ങളോടവർ അടുത്തുപോലും എത്തൂല ഫീ ഇൽമിൻ വലാ കറമി. അറിവിലും ബഹുമാനത്തിലും അവിടുത്തേക്ക് അല്ലാഹു നൽകിയത് വലിയ സ്ഥാനമാണ്. അതുകൊണ്ടാണ് തങ്ങൾ ചിരിച്ച് ഇരിക്കുന്ന സ്വഹാബത്തിനോട് ഒരു ദിനം പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന ഇൽമ് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഈ ദുനിയാവിൽ വളരെ കുറച്ചേ നിങ്ങൾ ചിരിക്കൂ, കൂടുതൽ നിങ്ങൾ കരയും. കാരണം കരയാൻ മാത്രമുള്ള ഇൽമുണ്ട്, കുറഞ്ഞ നേരം ചിരിക്കാൻ മാത്രമുള്ള ഇൽമുണ്ട്. ഹദീസ് വിശദീകരിച്ച മഹാരഥന്മാരായ പണ്ഡിതർ പഠിപ്പിച്ചു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമും മറ്റു എല്ലാവരുടെ ഇൽമും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ ഇൽമ് ഇൽമുൽ യഖീനും ഐനുൽ യഖീനും രണ്ടും മേളിച്ചതാണ്. ബാക്കിയുള്ളവരുടെ ഇൽമു മുഴുവനും ഇൽമുൽ യഖീൻ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ് ഉറപ്പുള്ള ഇൽമ്, നമുക്കൊക്കെ വിശ്വസ്തമായ രൂപത്തിൽ കിട്ടിയ ഉറപ്പുള്ള ഇൽമുണ്ട്. പക്ഷേ നേർക്ക് നേരെ അനുഭവിച്ച ഇൽമു നമുക്കില്ല. അവിടുന്ന് അങ്ങനെയല്ല, സ്വർഗം നേരെ കണ്ടു, നരകവും നേരിട്ട് കണ്ടു, അള്ളാഹുവിനെയും നേരിട്ട് ദർശിച്ചു. അള്ളാഹുവിന്റെ അർശും കുർസിയും ലൗഹും ഖലമും മുഴുവൻ അജായിബും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ടു എന്നതുകൊണ്ട് അവിടുത്തെ ഇൽമും ബാക്കി എല്ലാവരുടെ ഇൽമും മാറ്റമുണ്ട്. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. സാധാരണ നമ്മൾ പറയും, അങ്ങാടിയിൽ വെച്ച ഒരാളൊരു കാര്യം പറയുമ്പോ, നിങ്ങൾ എവിടുന്നാ അറിഞ്ഞ്? എന്നോട് മറ്റേ ആള് പറഞ്ഞതാണ്. അയാളൊരു വിശ്വസ്തനായതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. നിങ്ങളോട് അയാൾ പറഞ്ഞ ശരി, അയാൾ പറഞ്ഞതും ശരി, നിങ്ങൾ കേട്ടതും ശരി. പക്ഷെ നിങ്ങൾ കേട്ട പേര് ശരിയാണ്, യഖീനാണ്, ഞാൻ അതിന് ദൃസാക്ഷിയാണ്. അപ്പൊ എനിക്ക് നിങ്ങളെക്കാൾ അപ്പുറം ആ വിഷയത്തിൽ കൂടുതൽ ബന്ധമുണ്ട്. ഞാൻ കണ്ട ആളാണ്, ഞാൻ അവിടെ ഉണ്ട്, ആ സ്ഥലത്തിന്റെ സ്പോട്ടിലുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിൽ ഈ രണ്ടവസ്ഥയും മേളിച്ചിട്ടുണ്ട് എന്നീ ഹദീസ് വിശദീകരിച്ച് ഹദീസ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കും. അപ്പൊ അവിടുത്തെ ഇൽമിലും എല്ലാ വിഷയത്തിലും തങ്ങൾക്ക് റഫീഉൽ ഖദർ, കൂടുതൽ വലിയ സ്ഥാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. മൂന്നാമതായി പഠിപ്പിക്കുന്നു, അന്നബി എന്നതിന്റെ മുഴുവൻ വിഷയങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അൽ ഉമ്മി, ഉമ്മിയായ നബിയായ റസൂലിനോട് അനുധാവനം ചെയ്യുന്നവരാണ്. ഉമ്മി എന്ന വാക്ക് എല്ലാ ഖുർആൻ പണ്ഡിതന്മാരും കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും തങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ആരിൽ നിന്നും തങ്ങൾ എഴുതി പഠിച്ചിട്ടില്ല, ഒരാളിൽ നിന്നും വായിച്ചു കേട്ട് പഠിച്ചിട്ടില്ല. അള്ളാഹു ഡയറക്റ്റായി തങ്ങൾക്ക് ഇൽമു നൽകി. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, തങ്ങൾ ഉമ്മിയാവുക എന്ന് പറയുന്നത് ഈ തഫ്സീർ പ്രകാരം, അഥവാ അറബികളിൽ കുറെ ആളുകൾ അങ്ങനെ എഴുത്തും വായനയും അറിയാത്തവരുണ്ടായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിശേഷണം സ്വീകരിക്കലോടുകൂടെ തങ്ങളുടെ ഒരു മുഅ്ജിസത്തും കൂടിയാണത്. തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന മുഅ്ജിസത്താണ്. കാരണം ഒരാളുടെ അടുത്ത് പോയി ഇരുന്ന് പേനയും പേപ്പറും എടുത്ത് അക്ഷരങ്ങളും മറ്റും കൂട്ടക്ഷരങ്ങളും കവിതകളും സ്വീകരിച്ചു പഠിക്കാതെ, അറബി ഭാഷയൊന്നും ആരിൽ നിന്നും ചോദിച്ചു പഠിക്കാതെ അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഓതി കൊടുക്കുന്നു. മറത്തം ബഅദ ഉഖ്റാ, ഒന്നിലധികം പ്രാവശ്യം ഓതിക്കൊടുക്കുന്നു. മിൻ ഗൈരി തബ്ദീലി അൽഫാളിഹി, വചനങ്ങളിൽ യാതൊരു വകഭേദവും വരുത്താതെ.
വലാ തഗീരി കലിമാതിഹി, കലിമത്തുകൾക്ക് മാറ്റം വരുത്താതെ. ഇമാം റാസി തങ്ങൾ പറയുന്നു, അതേ സമയത്ത് അറേബ്യയിലെ വലിയ കഴിവുള്ള ഒരു പ്രഭാഷകൻ, അയാൾ പ്രസംഗത്തിന്റെ ഇടക്ക് ഒന്ന് വിറച്ചുപോയാൽ, ഒന്ന് വിഷയം മാറിപ്പോയാൽ രണ്ടാമതും പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങി വരുമ്പോ ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറെ പോയിട്ടുണ്ടാകും, കുറെ കൂടിയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ഓതിയത് വൈകുന്നേരം വീണ്ടും അതേ രൂപത്തിൽ ഓതിക്കൊടുക്കുന്നു, പിറ്റേന്നും ഓതിക്കൊടുക്കുന്നു, പിറ്റേ വർഷവും ഓതിക്കൊടുക്കുന്നു, രാത്രിയും ഓതിക്കൊടുക്കുന്നു, പകലിലും ഓതിക്കൊടുക്കുന്നു, നാട്ടിലും ഓതിക്കൊടുക്കുന്നു, യാത്രയിലും ഓതിക്കൊടുക്കുന്നു, സ്റ്റേജിലും ഓതിക്കൊടുക്കുന്നു, സദസ്സിലും ഓതിക്കൊടുക്കുന്നു. ഒരൊറ്റ സ്ഥലത്തും മാറ്റമില്ല. ഫകാന ദാലിക മിനൽ മുഅ്ജിസാത്ത്, അവിടുന്ന് ഉമ്മിയായി എന്നുള്ളത് അവിടുത്തെ മുഅ്ജിസത്തുകളിൽ വലിയൊരു മുഅ്ജിസത്താണ്. കഫാക ബിൽഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യതി വത്തഅദീബി ഫിൽ യുത്മി. ഇമാം ബുസ്വീരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതും അതാണ്. ഉമ്മിയായ നിലക്ക് അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഇൽമ് വലിയ മുഅ്ജിസത്താണ്, വലിയ അമാനുഷിക സിദ്ധിയാണ്. പിന്നെയും ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഈ ഒരു ഉമ്മി എന്നതിന്റെ സൗന്ദര്യം പഠിപ്പിക്കാനാണ് അല്ലാഹു പറഞ്ഞത് സനുഖ്രിയുക ഫലാ തൻസാ. സാധാരണ ആളുകളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതണം, കിട്ടാത്ത ഭാഗങ്ങൾ കിട്ടാൻ, വിട്ടുപോയത് കിട്ടാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഓതണം. ഖുർആൻ ഹിഫ്ളാക്കുന്ന ഹാഫിലീങ്ങൾ അവരെത്രയോ തവണ ആവർത്തിക്കണം. യഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ഒരാൾ ചോദിച്ചു, ബാക്കി ഓതി പറഞ്ഞു ആ ബാക്കിയല്ല, അപ്പൊ അടുത്ത സൂറത്ത് ഓതണം. അപ്പൊ മറ്റേ പറഞ്ഞു അതും അല്ല, അപ്പൊ വേറൊന്നും ഓതണം. വേറെ ആൾ പറഞ്ഞു അതും അല്ല, വേറൊന്നും ഓതണം. എല്ലാ മതാ ഹാദൽ വഅദു ഓതി തീരുമ്പോ ഏകദേശം എല്ലാം ഇയാൾക്ക് തിരിയുന്നായി. അപ്പോ ഇങ്ങനെ വരുന്ന ആവർത്തിച്ച് വരുന്ന വിഷയങ്ങൾ ഓരോന്നിന്റെയും ചുവടെ കിട്ടണമെങ്കിൽ അതിനു മാത്രം ആവർത്തനം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവർത്തിക്കണ്ടെന്നാ പറഞ്ഞു, സനുഖ്രിയുക ഫലാ തൻസാ. തങ്ങൾ ഓതി പഠിച്ച് പെട്ടെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓതി വഹയി കിട്ടിയത് അപ്പോൾ തന്നെ ഓതി കൊടുക്കും, അതൊന്നും വേണ്ട. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന. അവിടുന്ന് സാവകാശം സ്വീകരിച്ചാൽ മതി. ഒരിക്കലും തങ്ങൾ ബേജാറാകേണ്ടതില്ല, വ്യഗ്രത കാണിക്കേണ്ടതില്ല, തങ്ങൾ നാവനക്കുക പോലും ചെയ്യേണ്ടതില്ല. ഉമ്മിയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മളങ്ങ് ഓതിത്തരും ഫലാ തൻസാ, പിന്നെ തങ്ങൾ മറക്കുകയില്ല. അപ്പൊ അവിടുത്തെ ഇൽമ്, അവിടുത്തെ ഇൽമും അവിടുത്തെ ഖിറാഅത്തും അവിടുത്തെ ഹിഫ്ളും അത് പഠിപ്പിക്കാനാണ്, അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കി തരാനാണ് അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തേക്ക് ഉമ്മി എന്നുള്ള വിശേഷണം കൊടുത്ത് അലങ്കരിച്ചത്. അതൊരു സ്ഥാനത്തിന്റെ കുറവല്ല, സ്ഥാനത്തിന്റെ ഉയർച്ചയാണ്. രണ്ടാമതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു കാരണം, എഴുത്തും വായനയും തങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്വാറ മുത്തഹമൻ, അവിടുത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. കാരണം പൂർവീകരുടെ ഗ്രന്ഥങ്ങൾ ഓതുന്ന ആളുകൾ മക്കയിൽ പലരും ഉണ്ട്. പുസ്തക ചന്തയിൽ പോയി കെട്ടുകണക്കിന് പുസ്തകങ്ങൾ വാങ്ങി വാരിക്കോരി കൊണ്ടുവരുന്ന ആളാണ് നളർ ഇബ്നുൽ ഹാരിസ്. കഥ പറഞ്ഞു കൊടുക്കാൻ പഴയ അറബിക്കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആനോത്ത് മുടക്കാൻ വേണ്ടി തങ്ങൾ ഖുർആനിലൂടെ വസ്തുനിഷ്ഠമായി നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, പൂർവീകരായ അസ്ഹാബുൽ കഹ്ഫിന്റെയും മറ്റൊക്കെ ചരിത്രങ്ങൾ വസ്തുനിഷ്ഠമായി വിവരിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പുകമറയിടാൻ നളർ ഇബ്നുൽ ഹാരിസിനെ പോലത്തെ ആളുകൾ കെട്ടുകണക്കിന് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് രാവും പകലും അവരും അടിമകളൊക്കെ വായിച്ച് പോയിന്റുകളൊക്കെ മനസ്സിലാക്കി പിന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് വിതരണം ചെയ്യും. പക്ഷെ തങ്ങൾ അങ്ങനെ എഴുത്തും വായനയും ശീലിച്ചിരുന്നുവെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
ഈ ഒരുപാട് അറിവുകൾ നിറഞ്ഞിരിക്കുന്ന ഖുർആൻ തങ്ങളങ്ങ് കൊണ്ടുവന്നപ്പോ ഒരാളുടെ മുന്നിൽ പോയി പഠിക്കാതെ ഒരാവർത്തി വായിക്കാതെ ഖുർആൻ പഠിപ്പിച്ചപ്പോൾ അത് വലിയ മുഅ്ജിസത്തായി മാറി. അത് തന്നെയാണ് റബ്ബ് തആല മറ്റൊരിടത്ത് പഠിപ്പിച്ചത്, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ. അങ്ങ് നബിയെ നേരത്തെ ഒരു കിതാബും ഓതിയിരുന്നില്ല, അവിടുത്തെ കൈകൊണ്ട് തങ്ങൾ എഴുതുമായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവം തങ്ങൾക്കുണ്ടെങ്കിൽ ലർതാബൽ മുബ്തിലൂൻ, തങ്ങളൊരു ഹക്ക് പറയുമ്പോൾ അത് പൊളിക്കാനും തകർക്കാനും കാത്തു കഴിയുന്ന ആളുകൾ അവർക്ക് സന്ദേഹം വരും. അവര് മറ്റുള്ള ആളുകളുടെ കൂടി ഇടയിൽ വിശ്വാസ രംഗത്ത് വൈകല്യം സൃഷ്ടിച്ച് അവിടുത്തേക്ക് സ്ഥാനത്തിന് അവർ കുറവുണ്ടാക്കും. അതുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഉമ്മിയായ നിലക്ക് അങ്ങേക്ക് അല്ലാഹു ഇൽമു നൽകിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഗുണമാണ്, വലിയ വിശേഷണമാണ്, അല്ലാഹു തആല നൽകിയ വലിയൊരു പരിഗണനയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന മൂന്നാമത്തെ കാരണം ഒരു വലിയ രസമുണ്ട്. മഹാനവറുകൾ പറയുന്നു, എഴുത്ത് പഠിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ചെറിയ ബുദ്ധിയുള്ള ആളും ഒന്ന് ശീലമാക്കി കൊടുത്താൽ പെട്ടെന്ന് ചെറിയ പരിശ്രമത്തിലൂടെ പഠിക്കും. അപ്പോൾ പഠിക്കാതിരിക്കുക എന്നത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നതിൽ വലിയ വീഴ്ചയാണ് അറിയിക്കുന്നത്. അതോടൊപ്പം പൂർവീകരുടെയും പിൽക്കാലക്കാരുടെയും ഇൽമു മുഴുവനും ഒരു മനുഷ്യനും എത്തിപ്പിടിക്കാത്ത വിധം ഒരുപാട് ആത്മീയ രഹസ്യങ്ങൾ, ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകി. വലിയ ബുദ്ധിയും വലിയ ചിന്തയും വലിയ ശക്തിയും നൽകിയപ്പോ ഒരു എഴുത്തും പഠിച്ച ആൾക്കും കിട്ടാത്ത, ഒരു വായിച്ചു പഠിച്ച ആൾക്കും കിട്ടാത്ത വലിയ ബുദ്ധിയും ശക്തിയും നൽകിയപ്പോൾ രണ്ട് വിപരീതമായ അവസ്ഥകൾ ഒരുമിച്ചുകൂട്ടി. സാധാരണ നമ്മൾ പറയാറുണ്ട് വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടാറില്ല എന്ന്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അസാധാരണ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ അങ്ങനെ ഒരുമിച്ച് കൂടിയത് അവിടുത്തെ വലിയ അമാനുഷികമായ സിദ്ധിയാണ്. അന്നബിയൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. നാലാമത്തെ വിശേഷണം അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറയിലും ഇൻജീലിലും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട നബിയാണ്. മുഴുവൻ ആളുകളെയും അല്ലാഹു തആല അറിയിച്ച് ലോകത്തേക്ക് പ്രകാശിപ്പിച്ച നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്തിലും ഇൻജീലിലും അവിടുത്തെ ഗുണവിശേഷണങ്ങളുണ്ട്. ആ ഉണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. തങ്ങളെ കാണാതെ തൗറാത്തും ഇൻജീലും നന്നായി വായിച്ചു പഠിച്ചിരുന്ന പലരും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. അറാബികളിൽപ്പെട്ടൊരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നു, ഞാൻ മദീനയിലേക്ക് മധുര പലഹാരവുമായി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ വിൽക്കാൻ കൊണ്ടുപോയതാണ്. വിൽപ്പന കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ജനങ്ങളൊക്കെ പറയുന്ന ആ മഹൽ വ്യക്തിയെ ഞാൻ ഇന്ന് കാണും, അവിടുത്തെ സംസാരം ഞാൻ ശ്രവിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ മുന്നിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുന്നിലെത്തി. പിന്നാലെ അബൂബക്കർ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുമുണ്ട്. ഞാൻ അവരെ പിന്തുടർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്നത് യഹൂദികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ സമീപത്തേക്കാണ്. അദ്ദേഹം തൗറാത്ത് തുറന്നു വെച്ച്, തൗറയുടെ കോപ്പി തുറന്നു വെച്ച് തന്റെ മരിച്ചുപോയ തന്റെ മകനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ മകൻ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള, ഏറ്റവും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ മരണത്തിന്റെ വേളയിലാണ്.
ആ മകന്റെ മുന്നിൽ ഈ മനുഷ്യൻ തൗറ വായിച്ചുകൊണ്ട് മകനെ ആശ്വസിപ്പിക്കുകയാണ്. തൗറാത്ത് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ യഹൂദിയെ മുൻനിർത്തിയിട്ട് ഈ മകൻ മരിക്കാൻ കിടക്കുന്ന മകനടക്കമുള്ള സദസ്സിൽ അഅറാബി ശ്രദ്ധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. തങ്ങൾ ചോദിച്ചു, അൻഷുദുക ബില്ലദീ അൻസലത് തൗറാത്ത് ഇറക്കിയ അല്ലാഹുവേ, സത്യം ചെയ്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൽ തജിദുനി ഫീ കിതാബിക ദാ സിഫതി വ മഖ്റജി, നിങ്ങൾ ഈ ഓതിക്കൊടുക്കുന്ന ഗ്രന്ഥത്തിൽ എന്റെ ഗുണവിശേഷണങ്ങളും ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സംഭവവും എന്റെ ഉദയവും എന്റെ പുറപ്പാടും എന്റെ നുബുവത്തും അതിൽ വിശദീകരിക്കുന്നുണ്ടോ? അപ്പൊ ആ വായിച്ചു കൊടുക്കുന്ന മനുഷ്യൻ തലകൊണ്ടായും കാണിച്ചു, ഇല്ലാന്ന് പറഞ്ഞപ്പോ സക്രാത്തിൽ കിടക്കുന്ന മകൻ പറഞ്ഞു, വല്ലദീ അൻസലത് തൗറ ഇറക്കിയ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നാ ലനജിദു ഫീ കിതാബിനാ സിഫതക വ മഖ്റജക, ഓ നബിയേ, ഞങ്ങളുടെ കിതാബിൽ അങ്ങയുടെ സിഫത്തും അങ്ങയുടെ പുറപ്പാടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഅറാബി അത്ഭുതപ്പെട്ടു. ഞാൻ കാണാനും കേൾക്കാനും വന്നത് ഇതന്നെയാണ്. നാട്ടുകാര് പറഞ്ഞിട്ടുണ്ട് തൗറയിലും ഇഞ്ചീലിലൊക്കെ ഒരുപാട് നമ്മൾ വായിച്ച നബിയാണ്. ഇപ്പൊ അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. തൗറാത്ത് നിവർത്തി വെച്ച യഹൂദി ഇല്ലെന്ന് പറഞ്ഞപ്പോ മരിക്കാൻ കിടക്കിരിക്കുന്ന മകൻ പറഞ്ഞു ഉണ്ട്. ഈ ഷഹാദത്ത് ചൊല്ലലും കുറച്ചു കഴിഞ്ഞാൽ മകൻ മരിച്ചു. തങ്ങൾ പറഞ്ഞു, അഖീമുൽ യഹൂദിയ നഹീക്കും, ഈ യഹൂദിയെ അവിടുന്ന് പിടിച്ചു മാറ്റണം. എന്നിട്ട് ആ മകന്റെ കഫൻ ചെയ്യുന്നതും നിസ്കരിക്കുന്നതും അവിടുന്ന് ഏറ്റെടുത്തു. അപ്പോൾ തൗറാത്തിലും ഇഞ്ചീലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ വിശേഷണങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞത്? അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി ഖുർആനിൽ പറഞ്ഞതും മറ്റുമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച തൗറാത്തിൽ ഇങ്ങനെയുണ്ട്, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. അത് ഖുർആനിലും അല്ലാഹു അതേ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. പുറമേ വഹിർസൽ ലിൽ ഉമ്മിയീൻ, അവിടുന്ന് മുഴുവൻ സമുദായത്തിനും തങ്ങൾ കാവലാണ്. അൻത അബ്ദീ വ റസൂലി, തങ്ങൾ എന്റെ അടിമയാണ്, എന്റെ റസൂലാണ്. സമ്മൈതുകൽ മുതവക്കിൽ, തങ്ങൾക്ക് ഞാൻ മുതവക്കിൽ എന്ന പേര് നൽകിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും എന്നിലേക്ക് ഏൽപ്പിക്കുന്ന ആളാണ് തങ്ങൾ. ലൈസ ബിഫദ്ലിൻ വലാ ഗലീദ് വലാ സ്വഖാബിൻ ഫിൽ അസ്വാഖ്, അവിടുന്ന് ഒരിക്കലും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളല്ല. തങ്ങൾ പരുഷ സ്വഭാവമുള്ള ആളല്ല. അങ്ങാടികളിൽ ഒച്ചവെക്കുന്ന ആളല്ല. വലാ യുജ്സി ബിസ്സയ്യിഅതി സയ്യിഅ, തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്ന നേതാവല്ല. വലാകിൻ യഅഫു വയസ്ഫഹ്, വിട്ടുവീഴ്ച ചെയ്യും. വീണ്ടും തിന്മ ചെയ്തില്ലേന്ന് ആരെങ്കിലും പറയുമ്പോൾ മുഖം തിരിക്കും, വിട്ടുവീഴ്ച ചെയ്ത് കാണിച്ചു കൊടുക്കും. വലൻ യഖ്ബിലഹുല്ലാഹു ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജാ, നേരത്തെ സുന്ദരമായ അല്ലാഹു നൽകിയിരുന്ന വിശുദ്ധ ദീൻ പലരും അത് വക്രതയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ആ വക്രത മാറ്റിയിട്ട് സുന്ദരമായ രീതിയിൽ അത് നിവർത്തി വളരെ സുന്ദരമായി ആ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് വരെ തങ്ങളെ അല്ലാഹു കൊണ്ടുപോവുകയില്ല. വയഫ്തിഹു ബിഹി അഅ്യുനൻ ഉംയാ, അന്ധമായിരുന്ന ഒരുപാട് കണ്ണുകളെ അവിടുത്തെ കൊണ്ട് അല്ലാഹു തആല തുറപ്പിക്കും. വആദാനൻ സുമ്മാ വഖുലൂബൻ ഗുൽഫാ, അതേ മൂകമായിരുന്ന മനസ്സുകൾ, കാതുകൾ, കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ശ്രദ്ധിക്കാതെ അശ്രദ്ധയിലായിരുന്ന മനസ്സുകളെ
തങ്ങൾ കാരണം അല്ലാഹു തആല പുറത്തേക്ക് തുറന്നു കൊണ്ടുവരും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ തൗറാത്തിൽ എഴുതിയിട്ടുണ്ട്, ഇഞ്ചീലിലും എഴുതിയിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ മൗലിദ് കിതാബിൽ വായിക്കുന്ന കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മഹാനവറുകൾ വിശുദ്ധ ദീനിലേക്ക് വന്നത്. ആ മഹാൻ പറയുന്ന സംഭവം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങള് അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നത് കാണാം. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പ മൂസാ നബിക്ക് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത വിഷയങ്ങളിൽ വലിയ വിവരമുള്ള ആളായിരുന്നു. പക്ഷേ എന്റെ ഉപ്പ എന്ത് പഠിച്ചാലും അതെന്നെ പഠിപ്പിക്കാറുണ്ട്. മരണമാസന്നമായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എനിക്കറിയുന്ന ഒന്നും തന്നെ ഞാൻ മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു, എന്താ ഉപ്പ, എന്താ വിട്ടുപോയത്? 2 കടലാസ്. 2 കടലാസ് നിനക്ക് കാണിച്ചു തരാതെ ഞാനത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പഴയ കാലത്തൊക്കെ വിളക്ക് കത്തിക്കാൻ ഒരു ചെറിയ മാളമുണ്ടാകും. അതിലായിരിക്കും വിളക്ക് കൊണ്ടുപോയി വെക്കുക. പഴയ വീട്ടിൽ ചിലപ്പോൾ അങ്ങനത്തെ വീട് സ്വപ്നമായിരിക്കും. പഴയ വീടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ചുമരിൽ അങ്ങനത്തെ ചെറിയൊരു പോയിന്റ്, അന്നൊക്കെ വിളക്ക് കത്തിച്ചു വെക്കലാണ്. അപ്പോൾ കിട്ടുപോകാതിരിക്കാനും അതിന്റെ വെളിച്ചം നല്ലോണം കിട്ടാനും. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ മോനെ ഒരു ചെറിയ ഒരു അടയാളം? അതേ ഒപ്പം ഉണ്ടായിരുന്നു. അത് ഞാൻ കളിമണ്ണ് തേച്ച് അടച്ചിട്ടുണ്ട്. അവിടെ നിനക്കുള്ള 2 കടലാസുണ്ട്. പക്ഷെ എന്നെ മറവ് ചെയ്തിട്ടല്ലാതെ നീ അത് തുറക്കരുത്. ഇത് പറഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉപ്പ മരണപ്പെട്ടു. കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, എന്റെ മനസ്സിൽ പിന്നുള്ള താല്പര്യം എത്രയും വേഗം ചെന്ന് അതൊന്ന് തുറന്നു നോക്കണം, എന്താണ് അതിലുള്ളതെന്ന് അറിയാൻ തന്നെ. എന്നിട്ട് കൂട്ടത്തിൽ ഉപ്പ പറഞ്ഞു, നീ അത് കണ്ടെത്തിയാൽ മറ്റുള്ളവരിലേക്ക് നീ അത് പെട്ടെന്ന് വെളിവാക്കരുത്. ഞാൻ അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഖൈറ് നിനക്ക് അല്ലാഹു തആല നൽകാൻ ഉദ്ദേശിച്ചാൽ നീ വിജയിക്കും. ഉപ്പ മരിച്ചു. ഞാനത് തുറന്നു നോക്കി, മറവ് ചെയ്ത് തുറന്ന് കടലാസ് പുറത്തെടുത്തപ്പോൾ 2 കടലാസിലുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതിമുൻ നബിയീൻ ലാ നബിയ ബഅദഹു. കഅബുൽ അഹ്ബാറിന്റെ ഉപ്പ എഴുതിയിരിക്കുന്നു, അവസാനത്തെ നബി വരും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ ശേഷം പിന്നൊരു നബിയില്ല. മൗലിദുഹു ബിമക്ക വമുഹാജറുഹു ബിത്വയ്ബ. ജന്മസ്ഥലം മക്കയാണ്, ഹിജ്റ വരുന്ന സ്ഥലം ത്വയ്ബയാണ്. ലാ ഫളിൻ വലാ ഖലീലിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ് വയജ്സി ബിസയ്യിഅത്തിൽ ഹസന വഅഫു വയസ്ഫഹു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉമ്മത്തുൽ ഹമ്മാദൂൻ. അതിന്റെ പുറമെ അവിടുത്തെ സമൂഹം അൽ ഹമ്മാദൂൻ, അല്ലദീന യഹ്മദൂനല്ലാഹ അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹ് പതിവാക്കുന്നവരാണ്. ഒരുപാട് തക്ബീറും തസ്ബീഹും ചൊല്ലും. വയൻസുറു നബിയഹും അലാ കുല്ലി മൻ നാവാഹു. നബി തങ്ങളെ എല്ലാ ഘട്ടത്തിലും അവർ സഹായിക്കും. യഗ്സിലൂന ഫുറൂജഹും വയതസിലൂന അലാ ഔസാതിഹിം. അവർ ശരിക്ക് ഗുഹ്യസ്ഥാനങ്ങളും സ്വകാര്യ സ്ഥലങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കും. നല്ലവണ്ണം വസ്ത്രം ധരിക്കും. ഇതൊക്കെ പറഞ്ഞ് അവസാനം എഴുതിയിട്ടുണ്ട്, വഹും അവ്വലു മൻ യദ്ഖുലുൽ ജന്നത യൗമൽ ഖിയാമത്തി മിനൽ ഉമം. സമുദായങ്ങളിൽ ആദ്യം സ്വർഗത്തിലെത്തുന്ന ഉമ്മത്തും അവരാണ്. ഈ എഴുത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു. കഅബ് തങ്ങൾ പറയാണ്, ഉപ്പ മരണപ്പെട്ടു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിവരം കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ തങ്ങൾ പ്രബോധനം നടത്തുന്നുണ്ട്. മക്കയിൽ തങ്ങൾ പുറപ്പെട്ടു. മക്കയിൽ വെച്ച് എല്ലാവരെയും വിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ പോകാതെ അവിടെ ഇങ്ങനെ നിന്നു. ഞാൻ പിന്നെയും ഇങ്ങനെ അന്വേഷിക്കാണ്. ഉപ്പ എഴുതിയതനുസരിച്ച് ഞാൻ നേരെ പോയിരുന്നെങ്കിൽ ഞാനൊരു സ്വഹാബിയാകുമായിരുന്നു. കഅബുൽ അഹ്ബാർ തങ്ങൾ പറയാം, പക്ഷെ ഞാൻ പോയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിവരം കിട്ടി, അന്നഹു തൂഫിയ, തങ്ങൾ വഫാത്തായി. അവിടുത്തെ ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ഥാനത്തുണ്ട്. അങ്ങനെ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വരും. ഇടക്കിടക്ക് ചെറിയ സൈന്യങ്ങളൊക്കെ വരും. അപ്പോ ഞാനപ്പോഴും ഇങ്ങനെ ഇവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ആളുകളൊക്കെ അവരൊക്കെ എങ്ങനെയുണ്ട്, എന്താണ് അവരുടെ സ്വഭാവം, എന്താണ് അവരുടെ പ്രവർത്തനം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞയച്ച സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആമിലീങ്ങൾ വന്നപ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അവരിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? അവരുടെ വഫാഉം ബിൽ അഹദ്, അവർ പറഞ്ഞ വാക്കും അവർ എഴുതി വെച്ചതും അവർ കൊണ്ടുപോകുന്നതൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒക്കെ ക്ലിയറാണ്, കറക്റ്റാണ്. വാക്കുപാലനം, കരാർ പാലനം വൃത്തിയായി നിർവഹിക്കുന്നത് കണ്ടപ്പോ ശത്രുക്കളുടെ അല്ലാഹു തആല അവർക്ക് കൊടുത്ത ധൈര്യവും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, സത്യത്തിൽ ഇവരെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടതും താമസിക്കേണ്ടതും. അപ്പോൾ ഞാൻ ഷഹാദത്തിലും ചൊല്ലിയിട്ടില്ല. ഞാൻ ഒരു ദിവസം രാത്രി തട്ടുംപുറത്ത് അങ്ങനെ കിടക്കുമ്പോ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാള് ഓതുന്നത് ഞാൻ കേട്ടു. ആ ആയത്താണ് സത്യത്തിൽ എൻ്റെ മനസ്സിനെ പിടിച്ചുരച്ചത്. എന്താ ഓതുന്നത്? യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ് ആമിനൂ ബിമാ നസ്സൽനാ മുസദ്ദിഖൻ ലിമാ മഅകും മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹാ. ഓ വേദക്കാരെ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നാം ഇറക്കിയ ഖുർആൻ നിങ്ങൾ വിശ്വസിക്കണം. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തൊരു കിതാബല്ല. മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ അംഗീകരിക്കുന്ന ഖുർആനാണ്. മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹാ, മുഖം നാം മറിക്കുന്നതിന്റെ മുമ്പ്, നിങ്ങളുടെ കോലം മാറ്റുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഈ ആയത്ത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഇനിയും വിശ്വസിക്കാതെ നിന്നാൽ രാവിലെ എന്റെ മുഖം നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുമോ, പരടിയിലേക്ക് മുഖം മാറിപ്പോകുമോ എന്ന് പേടിച്ചുപോയി. പ്രഭാതമാകുമ്പോഴേക്ക് മുസ്ലിം സൈന്യം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്നു, അവരോടൊപ്പം ചേർന്നു. അങ്ങനെ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു വീണ്ടും മദീനയിലും മക്കയിലുമായി സ്വഹാബത്തിന്റെ കൂടെ ജീവിക്കുന്നു. ഇങ്ങനെ നിരവധി തൗറാത്തിലും മറ്റും എഴുതപ്പെട്ട വചനങ്ങൾ ധാരാളം കാണാം. മഹാന്മാരായ പണ്ഡിതന്മാർ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ എഴുത്തൊക്കെ പഠിച്ച് മനസ്സിലാക്കി വിവരം കിട്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് തൗറയുടെയും ഇഞ്ചീലിന്റെയും ആളുകൾ വന്നിരുന്നത്. ചെറിയ രൂപത്തിൽ വന്നവരുമുണ്ട്, കുറെ കൂടുതൽ ആളുകളുമായി വന്നിട്ടുണ്ട്. ആ വന്ന ആളുകൾ മുഴുവനും അവിടുത്തെ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുറൈശികൾ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ അധികരിക്കുന്നത് കണ്ടപ്പോൾ മദീനയിലേക്ക് അവരെ കൂട്ടത്തിൽ പ്രഗത്ഭരായ ആളുകളെ പറഞ്ഞേക്കുന്നു. നദ്ർ ബിൻ ഹാരിസിനെയും ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്തിനെയും മറ്റൊരുപാട് ആളുകളെ യഹൂദികളോട് ചോദിക്കാൻ, മക്കയിൽ വന്ന നേതാവിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നിട്ടവര് പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു യതീമായ കുട്ടി യഖൂലു ഖൗലൻ അളീമാ, വലിയ വർത്തമാനങ്ങൾ പറയുന്നു. ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് ഒരുപാട് സന്ദേശങ്ങൾ പറയുന്നുണ്ട്. സിഫൂ ലനാ നഅതഹു, ആ വന്ന നേതാവ് ശരിയായ നബിയാണെങ്കിൽ വിശേഷണം പറഞ്ഞു തരൂ. മദീനയിലെ യഹൂദികൾ ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് എണ്ണി അങ്ങനെ ചോദിച്ചപ്പോ അതേന്നൊക്കെ മറുപടി പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ആ നബിയുടെ കൂടെ ആരാ ഉള്ളത്? അപ്പൊ ആ ഖുറൈശി പ്രമുഖന്മാര് പറഞ്ഞു, സഫലത്തുന, ഞങ്ങളെ നാട്ടിലെ കുറച്ച് സാധുക്കൾ പാവങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വലിയ പണ്ഡിതൻ ഇത് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഹാദൻ നബിയുല്ലദീ നജിദു നഅതഹു വനജിദു ഖൗമഹു വശദ്ദന്നാസി ലഹു അദാവ. തൗറാത്തിൽ അങ്ങനെ ഉണ്ട്. ഞങ്ങൾ ഈ ചോദിച്ചൊന്നും വെറുതല്ല. ആദ്യഘട്ടത്തിൽ തങ്ങളെ പിന്നാലെ സ്വീകരിക്കുന്നതും വരുന്നതൊക്കെ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായിരിക്കും. ആ നാട്ടിലെ
പ്രഭുക്കളും പ്രമാണിമാരും അവിടുത്തെ ശത്രുക്കളുമായിരിക്കും. അതങ്ങനെ തന്നെയാണ് തൗറാത്തിലുള്ളത്. അത് ഉറപ്പായിട്ടും റസൂലാണ്, അതിൽ സന്ദേഹമൊന്നുമില്ല, സംശയമൊന്നുമില്ല എന്ന് അവര് പറഞ്ഞു. അതും കേട്ട് തിരിച്ചു പോകും. വേറെ ചില സന്ദർഭങ്ങളിൽ ഹദീസിൽ കാണാം, ഇനി അതൊരു നബിയാണ് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വല്ലതും തരുമെന്ന് ചോദിച്ചപ്പോ യഹൂദി പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ 3 കാര്യം ചോദിച്ചാൽ മതി. 2 മറുപടിയും, ഒന്നിനെ മറുപടി പറയാതെ അത് അള്ളാഹുവിലേക്ക്, എന്റെ റബ്ബാണ് അതുകൊണ്ട് അറിയുന്ന ആള് എന്ന് പറയുകയും ചെയ്താൽ അത് നബിയാണ്. നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇതൊക്കെ കിട്ടിയ ആളുകളാണ്, ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാതെ വിശ്വസിക്കാതെ മക്കയിൽ ജീവിച്ച പലരും. ഇരിക്കട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് അന്നത്തെ ആളുകൾ കൂടി തങ്ങളെ കൊണ്ട് രക്ഷപ്പെടാനാണ്. തൗറാത്തിലും ഇഞ്ചീലും പരിചയപ്പെടുത്തി ഇങ്ങനെ വന്നത് നമുക്ക് അതുകൊണ്ട് കാര്യമായിട്ട് ഈമാന് കൂടി കിട്ടുന്നതിന് പുറമെ അന്നത്തെ ആളുകൾക്ക്, തങ്ങൾ വരുന്നതിന്റെ എത്രയോ മുമ്പ് ജീവിച്ച ആളുകൾക്ക് തങ്ങളെ കൊണ്ട് വലിയ ഉന്നതിയും വിജയവും കിട്ടാനാണ്. അതുകൊണ്ടാണ് തങ്ങള് പിറക്കുന്നതിന്റെ 900 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലെത്തിയ തുബ്ബ രാജാവ്, ഞാനിപ്പോൾ പിടിക്കാൻ വന്നിരിക്കുന്ന മദീന അവസാനം വരുന്ന നബിക്കുള്ള ഹിജ്റയുടെ നാടാണെന്ന് മനസ്സിലാക്കി പണ്ഡിതന്മാര് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു വീട് നിർമ്മിക്കുകയും ആ വീടിന്റെ താക്കോൽ അവിടെയുള്ള ഒരു കുടുംബത്തെ ഏൽപ്പിച്ച്, നിങ്ങൾ തലമുറയായി താമസിക്കണം, നേതാവ് വന്നാൽ, അവസാനത്തെ നബി വന്നാൽ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കത്തും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങളെ പോലെയുള്ള മഹാന്മാർ ആ കത്ത് വിശദമായി പറയുന്നുണ്ട്. ആ കത്തിന്റെ അവസാനം തുബ്ബ രാജാവ് പറയുന്നത്, ഓ നബിയെ, ആഖിറത്തിലെത്തുമ്പോ അവിടുന്ന് തങ്ങൾ എന്നെ മറക്കരുത്, അവിടുത്തെ ശഫാഅത്ത് എനിക്ക് തങ്ങൾ തരണം. ഞാൻ അവിടുത്തെ വിശ്വസിച്ച് സ്വീകരിച്ച് നേരത്തെ കഴിഞ്ഞുപോയ ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ മാത്രം അല്ലാഹു നൽകിയ പ്രത്യേകതകളിൽ ഒന്നുകൂടിയാണത്. തങ്ങൾ പിറക്കുന്നതിന്റെ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ വിശ്വസിച്ച, അവിടുത്തെ ശഫാഅത്ത് തേടിയ, അവിടുത്തെ ആഖിറത്തിൽ അവലംബമാക്കിയ ഒരുപാട് മഹാന്മാര്, 1ഉം 2ഉം ഒന്നല്ല, ധാരാളമുണ്ട്. അതേ യാസീൻ സൂറത്തിൽ പഠിപ്പിക്കുന്ന സ്വാഹിബു യാസീൻ എന്ന് നമ്മളൊക്കെ പറയുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. മറ്റും ധാരാളം ഉണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ആ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ബനു ഇസ്രായേലിൽ അള്ളാഹുവിന് 200 കൊല്ലം എതിര് ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ മരിച്ചു. 200 കൊല്ലം ജീവിച്ചു. 200 കൊല്ലം തെറ്റുകാരനായി ജീവിച്ചു. പിന്നെ അയാൾ മരിച്ചു. മരിച്ചപ്പോ ദേഷ്യം കൊണ്ട് ജനങ്ങൾ അയാളെ എടുത്ത് മാലിന്യ കൂപാരത്തിൽ കൊണ്ടുപോയിട്ടു. മറവ് ചെയ്യാൻ ആളുകൾ കൂട്ടാക്കിയില്ല. കാരണം ജീവിതം കണ്ടിട്ടല്ല ആളുകൾ ചെയ്യല്. അങ്ങനെ ചെയ്തു. മറവ് ചെയ്യണല്ലോ ഒരു മനുഷ്യന്. പക്ഷെ ഇയാളൊരു ആസിയാണ്. 200 കൊല്ലം ദോഷം ചെയ്ത് ജീവിച്ച ആളാണ്. വേസ്റ്റ് തള്ളുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. മൂസാ നബി ഉണ്ട്, നിങ്ങൾ പോയിട്ട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് അയാളെ കഫൻ ചെയ്ത് മറവ് ചെയ്യണം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പഠിച്ചോനെ, ബനു ഇസ്രായേൽ ഷഹീദു അന്നഹു അസാക മിഅത്തി സന, ബനു ഇസ്രായേലൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നു 200 കൊല്ലം അയാൾ നിനക്ക് തെറ്റ് ചെയ്ത് ജീവിച്ച ആളാണ്. ആ സമയത്ത് മൂസാ നബിയോട് അല്ലാഹു തആല കൊടുക്കുന്ന നിർദ്ദേശം അതൊക്കെ ശരി തന്നെയാണ്, ഹാക്കതാക്കാൻ. പക്ഷെ ആ മനുഷ്യനൊരു നല്ല ഗുണമുണ്ട്. എന്താണ് ആ ഗുണം? ആ മനുഷ്യൻ പിടിച്ചിരിക്കുന്ന, ആ മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്ന, ആ മനുഷ്യനെ അവലംബിച്ചിരിക്കുന്ന ഒരു അവലംബം അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ മനുഷ്യനെ വിടാൻ പറ്റൂല. 200 കൊല്ലം ജീവിച്ച വ്യക്തി എപ്പോ തൗറാത്ത് മറിക്കുമ്പോഴും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കാണുമ്പോൾ ഖബ്ബലഹു, ഒന്ന് ചുംബിക്കും. വളഹു അലാ ഐനൈഹി,
ആ പേരുള്ള ഭാഗം രണ്ട് കണ്ണിലൊന്ന് വെക്കും. വസ്വല്ലി തങ്ങൾക്കൊരു സ്വലാത്തു ചൊല്ലും. അതുകൊണ്ട് മൂസാ നബിയോട് പറയുന്നത് ഫശകർതു ലഹു ദാലിക, ഞാൻ അദ്ദേഹത്തിൽ നിന്നതൊരു ശുക്രായി സ്വീകരിച്ചു. വഗഫർതു ദുനൂബഹു, പാപങ്ങൾ മുഴുവനും ഞാൻ പൊറുത്തു കൊടുത്തു. വസവ്വജ്തുഹു 70 ഹൗറാ, 70 ഹൂരീങ്ങളെ ഞാൻ അയാൾക്ക് മംഗല്യം ചേർത്തു കൊടുത്തു. നിങ്ങൾ അദ്ദേഹത്തെ പോയി മറമാടുകയും കഫൻ ചെയ്ത് സ്വീകരിക്കുകയും വേണം. ജനങ്ങൾക്ക് മൂസാ നബി അലൈഹിസ്സലാം ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നു. സഹോദരങ്ങളെ, തൗറയിലും ഇഞ്ചീലിലും തങ്ങളെ രേഖപ്പെടുത്തിയത് അവർക്കും മുത്തനബിയെ കൊണ്ട് ജയിക്കാനാണ്. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാ. അഞ്ചാമതായി അല്ലാഹു പറയുന്നു യഅ്മുറുഹും ബിൽ മഅറൂഫ്, എല്ലാ നന്മകളും ജനങ്ങളോട് കൽപ്പിക്കുന്ന നേതാവാണ്. എന്ത് നന്മകളുണ്ടോ ഒന്നും കുറഞ്ഞിട്ടില്ല, ഏത് നന്മയുണ്ടോ ഒന്നും വിട്ടുപോയിട്ടില്ല. തങ്ങൾ പഠിപ്പിക്കാത്തൊരു നന്മയെന്ന് പറഞ്ഞ് പുതിയതൊന്ന് പറയാൻ ആർക്കും കഴിയില്ല. സ്വഹാബത്ത് സ്വീകരിച്ചതോ അതും തങ്ങൾ പഠിപ്പിച്ച നന്മയാണ്. സ്വഹാബത്ത് സ്വീകരിച്ച നന്മകളിൽ വേറിട്ടത് കാണാം, തങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ്. തങ്ങളെ കാലത്ത് ഖുർആൻ ഒറ്റ പ്രതിയാക്കി ക്രോഡീകരിച്ചിട്ടില്ല. സ്വഹാബത്തിന്റെ കാലത്താണത് വന്നത്. തങ്ങളിൽ നിന്ന് പകർത്തിയ നന്മയാണ്. തങ്ങളുള്ള കാലത്ത് വിശുദ്ധ ഇസ്ലാമിലെ വിശിഷ്ട ആരാധനയായ തറാവീഹ് ജമാഅത്തായി ഇങ്ങനൊരു ഇമാമിനെ കീഴിൽ നിർത്തി നിസ്കരിച്ചിട്ടില്ല. സ്വഹാബത്ത് കൊണ്ടുവന്നു, തങ്ങളിൽ നിന്ന് കിട്ടിയ മാറൂഫാണ്. തുടങ്ങി ഒരുപാട് നന്മകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അവർ കാണിച്ചതാണ്, അവർ പഠിപ്പിച്ചതാണ്. വയൻഹാഹും അനിൽ മുൻകരി, എല്ലാ തിന്മയും അവിടുന്ന് വിലക്കുന്നു. മുൻകറി ഏതെല്ലാം ഉണ്ടോ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ, തങ്ങൾ വിരോധിച്ചതാണ്. എന്തെല്ലാം വിഷയങ്ങൾ അതിലുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞു, മുൻകറാത്തിന്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതിന്റെ വിപരീതങ്ങളുണ്ട്. ഇബാദത്തുൽ ഔസാൻ, അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധന. അതുപോലെ തന്നെ വൽ ഖൗലു ഫീ സിഫാത്തില്ലാഹി ബിഗൈരി ഇൽമിൻ, അള്ളാഹുവിന്റെ സിഫത്തുകളിൽ വിവരമില്ലാതെ പലതും പറയൽ. അള്ളാഹുവിന്റെ ഒരു സിഫത്താണല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതാണല്ലോ യബ്ഖാ വജ്ഹു റബ്ബിക, ആ വജ്ഹിനെ പറ്റി വിവരമില്ലാതെ പറയരുത്. വിവരമുള്ളവർ പറഞ്ഞത് പറയണം. വിവരമില്ലാതെ പറഞ്ഞാൽ അത് മുൻകറാണ്, വിരോധിക്കപ്പെട്ട വിഷയമാണ്. വൽ കുഫ്റു ബിമാ അൻസലല്ലാഹു അലൻ നബിയീൻ, നബിമാർക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത് നിഷേധിക്കുന്നതും മുൻകറാണ്. ഖത്ഉർ റഹ്മി വഉഖൂഖുൽ വാലിദൈൻ, കുടുംബബന്ധ വിച്ഛേദനം, മാതാപിതാക്കളെ വെറുപ്പിക്കൽ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ആ കൂട്ടത്തിൽ എല്ലാ മുൻകറാത്തും തങ്ങൾ വിലക്കിയിട്ടുണ്ട്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ഇമാം റാസി തങ്ങൾ പറയുന്നു, ജനങ്ങൾക്ക് സന്തോഷകരമായത് പ്രകൃതിപരമായും ബുദ്ധിപരമായും ജനങ്ങൾക്ക് സന്തോഷകരമായ നല്ല നല്ല കാര്യങ്ങൾ അവിടുന്ന് അനുവദിച്ചിട്ടുണ്ട്. നല്ല വിഷയങ്ങളൊന്നും തങ്ങൾ തിരസ്കരിച്ചിട്ടില്ല. പ്രകൃതിപരമായും ഓരോരുത്തർക്കും നല്ല രൂപത്തിലുള്ളതും കാര്യങ്ങൾ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നും തങ്ങൾ വിലക്കിയിട്ടില്ല. അതുകൊണ്ടാണ് വിവാഹം വേണ്ടാന്ന് തീരുമാനിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിച്ചു വന്ന പ്രഗത്ഭനായ സ്വഹാബി വര്യൻ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, അത് വേണ്ട, വിവാഹം അത് അംബിയാഇന്റെ സുന്നത്താണ്, ഞാനും സ്വീകരിച്ചൊരു സുന്നത്താണ്. അതുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വന്യംകരണം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽ പെട്ടവനല്ല. എല്ലാ ത്വയ്യിബാത്തും അവിടുന്ന് അനുവദനീയമാക്കി. വയഹർരിമു അലൈഹിമുൽ ഖബായിസ്, നീചവൃത്തികൾ, ദുഷ്കർമ്മങ്ങൾ, ദുശ്ചെയ്തികൾ, ദുസ്വഭാവങ്ങൾ അവിടുന്ന് നിഷിദ്ധമാക്കി പഠിപ്പിക്കുന്നു. ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, എല്ലാവരും വെറുക്കുന്നത്, അതൊക്കെ തങ്ങളെ ഹറാമാക്കും. കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ തങ്ങൾ പറഞ്ഞാൽ കൽബു ഖബീസുൻ വഖബീസുൻ സമനുഹു, കൽബ് ദുഷിച്ചതാണ്, അതിന്റെ വിലയും ദുഷിച്ചതാണ്. അതുകൊണ്ട് വില ദുഷിച്ചതാന്ന് പറയുമ്പോ അത് ഹറാമാക്കൽ അനിവാര്യമായി, ഇത് ഹറാമാണ്.
എന്നാലും ചില ആളുകളുണ്ട് വലിയ വില കൊടുത്ത് ഊട്ടിയിൽ പോയി മറ്റുമൊക്കെ കൽബിനെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതെന്തിനാന്ന് മനസ്സിലാകുന്നില്ല. 25,000 36 രൂപ കാവലിനൊന്നുമല്ല. കാവലൊരു പക്ഷേ പലരും അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. കാവലിനല്ലത് വാങ്ങുന്നത്, സൗന്ദര്യത്തിന് വേണ്ടി വെറുതെ വാങ്ങണ്ടേ, കാശില വഹിച്ച്. അവർ പറയും ഞങ്ങളത് പോറ്റി വളർത്തുന്നുണ്ടെന്നായിരിക്കും. എന്നാലും അത് നല്ലൊരു കാര്യമല്ല. അതേപോലെ ദുഷിച്ചതാണല്ലോ ഹംറ്, തങ്ങളെ ഹറാമാക്കി, നിഷിദ്ധമാക്കി. അങ്ങനെ എന്തെല്ലാം ദുഷിച്ചതുണ്ടോ പ്രകൃതിപരമായി മറ്റൊക്കെ തങ്ങളെല്ലാം നിഷിദ്ധമാക്കുന്നു. അവിടുത്തെ അടുത്ത സിഫത്ത്, 9ാമത്തെ സിഫത്ത് അല്ലാഹു പഠിപ്പിക്കുന്നു. വയളവൻഹും മിസ്റഹും വല്ലഗ്ലാലല്ലതി കാനത് അലൈഹിം. ജനങ്ങൾക്കുള്ള ഭാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴ്ത്തി കൊടുക്കുന്നു. അത് വേണ്ടാന്ന് വെച്ചു കൊടുക്കുന്നു. ജനങ്ങൾ അങ്ങനെ സ്വീകരിക്കണ്ട എന്ന് കൽപ്പിക്കുന്നു. എളുപ്പം കൊടുക്കുന്നു. വല്ലഗ്ലാലല്ലതി കാനത് അലൈഹിം. പൂർവീകർക്കുണ്ടായിരുന്ന വളരെ കുടുക്ക് ചെങ്ങലകളെ പോലെ അവരുടെ ആരാധനയിലും മറ്റുമുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പഴയകാലത്തെ ആളുകൾക്ക്, പൂർവകാലത്തുള്ള ആളുകൾക്ക് നജസ് എവിടെയെങ്കിലും ഒന്ന് വസ്ത്രത്തിലെത്തിയാൽ അത് മുറിച്ചു കളയണമെന്നൊരു നിയമമുണ്ടായിരുന്നു. അത്ര ഭാരിച്ച നിയമങ്ങൾ വേണ്ട, അത് കഴുകിയാൽ വൃത്തിയാകും, ശുദ്ധിയാകും. നായയും പന്നിയും തൊട്ടതും വൃത്തിയാക്കാൻ വഴി പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ തൗബ എന്ന് പറഞ്ഞാൽ ഖത്ലുൻ നഫ്സായിരുന്നു, സ്വന്തം ശരീരത്തെ അതോടുകൂടെ തീർക്കലായിരുന്നു. അതിൽ നിന്ന് തൗബ ചെയ്താൽ പിന്നെയും നല്ല ജീവിതവും സന്തോഷവും സമൃദ്ധിയും കിട്ടുമെന്നുള്ള നിയമങ്ങൾ പഠിപ്പിച്ചു. ഇതുപോലെ തന്നെ തുടങ്ങി ധാരാളം പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നല്ല സുന്ദരമായ നിയമങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചു. അങ്ങനെ ഈ സുന്ദരമായ സ്വഭാവങ്ങൾ, ഉത്കൃഷ്ടമായ വിശേഷണങ്ങൾ മേളിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പിൻപറ്റുന്നവരാണ് അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് ലഭിക്കുന്ന വിഭാഗം. 9 വിശേഷണങ്ങൾക്ക് മുൻപേ അള്ളാഹു പറഞ്ഞത് അതാണ്. ഫസക്തുബുഹാ ലില്ലദീന യത്തഖൂന വയൂതൂന അസ്സകാഹ് വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ അല്ലദീന യത്തബിഊൻ. നബിതങ്ങളെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം റഹ്മത്ത് കണക്കാക്കി കൊടുക്കും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ആ ആളുകൾക്ക് പ്രത്യേക അനുഗ്രഹം ചൊരിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനും പകർത്താനും അവിടുത്തെ യഥാവിധി സ്നേഹിക്കാനും അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റബീൽ ഓരോ രാത്രിയിലും പകലിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ കാണും. പലതും നമ്മൾ അറിയും. ആ മജ്ലിസുകളിലെല്ലാം കയറിപ്പറ്റി അവിടുത്തെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി കൂടുതൽ അവിടുത്തെയോട് മഹബത്തും താളീമും അധികരിപ്പിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടപ്പെടുന്ന, നന്നായി അവിടുത്തെ അനുഗമിക്കുന്ന, അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ഹൃദ്യമായി സ്വീകരിക്കാൻ കെൽപ്പുള്ളവരായി നമ്മൾ മാറണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റബീഇന്റെ ആദ്യത്തെ രാവാണിന്ന്. അല്പം മദ്ഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ബാക്കിയുള്ള ദിനരാത്രങ്ങളിലും ഇതുപോലെ നമ്മുടെ ത്വയ്ബ സെന്ററിന് കീഴിലും മറ്റും ധാരാളം സദസ്സുകൾ വരും. കഴിയുന്നതിലെല്ലാം നമ്മൾ സമയം ചെലവഴിച്ച് നല്ല നല്ല രാവുകളാക്കി ഓരോ രാവിനെയും മാറ്റണം. അള്ളാഹു നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ.